Hello, good afternoon. Welcome to Learning Out. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫിസിക്സ് യൂണിറ്റ് 7 കീം ഫിസിക്സ് യൂണിറ്റ് 7ൽ പ്രോപ്പർട്ടീസ് ഓഫ് ബൾക്ക് മാറ്റർ എന്നുള്ള ഒരു ടോപ്പിക്കിൽ സെക്കൻഡ് MCQ ആണ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, MCQ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ്സ് മെക്കാനിക്സ്, മറ്റേ ആ ഒരു പ്രഷർ ഓൺ ഫ്ലൂയിഡ്സ് അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്കൽസ് ലോ, ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് MCQ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First one, for a mercury column of height 3 cm corresponding to the pressure in pascals. Okay, അപ്പോൾ നമുക്ക് ഒരു മെർക്കുറി കോളത്തിന്റെ ഹൈറ്റ് 3 cm ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നമുക്ക് പാസ്കലിൽ കണ്ടുപിടിക്കണം. അതിന്റെ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G എന്ന് പറയുന്നത് 10 m/s² ആയിട്ട് എടുക്കാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 4080 ആണ് നമുക്ക് വരുന്ന ആൻസർ. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്ലൂയിഡ് കണ്ടെയ്നറിന്റെ അപ്ലൈഡ് പ്രഷർ ഓൺ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അപ്പോൾ നമുക്കൊരു കണ്ടെയ്നറിലുള്ള ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ വോളുകളിലേക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റിനനുസരിച്ച് ഇൻക്രീസ് ആകും അല്ലെ. അപ്പോൾ അതാണ് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, P = ρ × G × H ആണ്. P എന്ന് പറയുന്നത് പ്രഷർ ആണ്, ρ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, G is the acceleration due to gravity and H is the height of the fluid ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രഷർ ഡ്യൂ ടു ഹൈറ്റ് H ആണ് നമുക്ക് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ P = ρ × G × H ആണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ മെർക്കുറി നമുക്ക് H തന്നിട്ടുണ്ട്, which is equal to 3 cm. അതിനെ മീറ്ററിലേക്ക് മാറ്റി 0.03 മീറ്റർ വന്നിട്ടുണ്ട്. ആക്സിലറേഷൻ നമുക്ക് m/s² 10 തന്നിട്ടുണ്ട്. നമുക്ക് ഡെൻസിറ്റി ഓൾറെഡി മെർക്കുറിയുടെ ഡെൻസിറ്റി 13.6 G g/cm³ ആണ്. അപ്പോൾ അതിനെ നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദെൻ നമുക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 13.6 × 1000 × 10 × 0.03 ആണ്. ആൻസർ 4080 പാസ്കൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, അതായത് P = ρ GH എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫ്രം ദ അഡ്ജസന്റ് ഫിഗർ ദ കറക്റ്റ് ഒബ്സർവേഷൻ ഈസ്. അപ്പോൾ നമുക്ക് രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ബീക്കറിന്റെ സൈസ് വലിയൊരു സൈസിൽ, രണ്ട് ബീക്കർ ഡിഫറെന്റ് സൈസിൽ തന്നിട്ടുണ്ട്. പക്ഷെ അതിലുണ്ടാകുന്ന ഫ്ലൂയിഡിന്റെ അളവ് നമുക്ക് സെയിം ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഓപ്ഷൻസ് എന്താണ്? പ്രഷർ ഓൺ ദ ബോട്ടം ഓഫ് ടാങ്ക് ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രഷർ ഓഫ് ബോട്ടം ഓഫ് ബി. എയുടെ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് ബിനേക്കാൾ കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. പ്രഷർ ഓൺ ദ ബോട്ടം ടാങ്ക് എ ഈസ് സ്മോളർ ദാൻ ബോട്ടം ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. പ്രഷർ ഓൺ ദ ബോട്ടം എ ആൻഡ് ബി ആർ സെയിം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇതിന്റെയും പ്രഷർ രണ്ടും സെയിം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. കാരണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും സെയിം ഹൈറ്റിലാണ് അല്ലെ, രണ്ടിന്റെയും ഡെപ്ത് സെയിം ആണ്. സോ പ്രഷർ എന്ന് പറയുന്നത് ബോട്ടത്തിൽ ഉണ്ടാകുന്ന രണ്ട് ബീക്കറിന്റെയും പ്രഷർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ റീസൺ വൈ ദ വാൾസ് ഓഫ് എ ഡാം മെയ്ഡ് തിക്കർ അറ്റ് ദ ബോട്ടം ദാൻ ദ ടോപ്പ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു ഡാമുകളുടെയൊക്കെ താഴ്ഭാഗം, ഓക്കെ, ആ ഒരു ഡാമിന്റെ വാൾസ് ഓഫ് ദ ഡാമിന്റെ ആ ഒരു തിക്കർ എന്ന് പറയുന്നത്, താഴെ എന്ന് പറയുന്നത് നമുക്ക് തിക്കറായിട്ടും ടോപ്പിനേക്കാൾ തിക്കറായിട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. പ്രഷർ ഡ്യൂ ടു വാട്ടർ ഈസ് ഹൈയസ്റ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡാം. ഇപ്പൊ നമ്മളൊരു ഡാമിൽ കൺസിഡർ ചെയ്യുമ്പോൾ, ഈ ഒരു ഡാം, ഇതൊരു ജസ്റ്റ് ഒരു ഡാമായിട്ട് നമ്മളത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഡാമിന്റെ ഈ ഒരു ലോവസ്റ്റ് പോർഷനിൽ വരുന്ന ആ ഒരു ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിന്റെ പ്രഷർ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു പ്രഷർ, ഈ വോളുകളിലേക്ക് വരുന്ന പ്രഷറിന്റെ ഇതും കൂടുതലായിരിക്കും അല്ലെ. ആ ഒരു പ്രഷർ നമുക്ക് ആ വോളുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നതും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മുകളിലുള്ള ആ ഒരു സെയിം തിക്കിൽ തന്നെയാണ് താഴത്തേക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഈ പ്രഷർ അപ്ലൈ ചെയ്യുന്നതോടെ ഈ വോള് ബ്രേക്ക് ആവാനും വെള്ളം പോകാനും ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ കമ്പാരിറ്റീവ്ലി ഈ ഒരു അപ്പർ സൈഡിനേക്കാൾ തിക്കർ കൂടുതലായിട്ട്, തിക്നെസ് കൂടിയിട്ടായിരിക്കും ഈ പറയുന്ന ലോവർ സൈഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഈ ഒരു ബോട്ടം സൈഡ് ഓഫ് ദ ഡാം എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് സർഫേസ്, അതായത് ടോപ്പ് സർഫേസിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് ബോട്ടം സർഫേസിൽ വരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. P = ρ CH എന്നാണ്. അപ്പൊ ആ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം ആണ് അല്ലെ. പ്രഷർ എന്ന് പറയുന്നത് ആ ഒരു ഹൈറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഈ ഇക്വേഷനിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രഷറും കൂടും. അപ്പൊ ഡെപ്ത് താഴത്തേക്ക് പോകുന്നതോട് താഴെയാണ് നമുക്ക് പ്രഷർ കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് തിക്നെസ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത്, ഫൈൻഡ് ദ ഫോഴ്സ് റിക്വയർഡ് അറ്റ് ദ പ്ലഞ്ചർ which has 3 cm diameter and the diameter of the hydraulic press is 30 cm. It is used for lifting a weight of 30 kN. ഓക്കെ, അപ്പോൾ ഒരു ഹൈഡ്രോളിക് പ്രസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 30 kN വെയിറ്റ് ഉള്ള ഒരു വസ്തുവാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടത്. ആ പ്ലഞ്ചറിന്റെ പ്ലഞ്ചറിന് ഡയമീറ്റർ 3 cm അതിന്റെ ഹൈഡ്രോളിക് പ്രസ്സിന്റെ ഡയമീറ്റർ 30 cm ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫോഴ്സ് എത്രത്തോളം വേണമെന്നാണ് അപ്ലൈ ചെയ്യുന്നത്.
ഓപ്ഷൻ സി ഡി ഇസ് റൈറ്റ് ആൻസർ. 300 ന്യൂട്ടൺ ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഡി തന്നിട്ടുണ്ട്, പ്ലഞ്ചർ സ്മോൾ ലെറ്റർ ഡി ഉണ്ട്, അതുപോലെ ഡയമീറ്റർ ഓഫ് ഇത് തന്നിട്ടുണ്ട്, റാം എന്ന് പറയുന്നത്, പ്ലഞ്ചർ എത്രയാണ് കണ്ടുപിടിക്കണം നമുക്ക് ഫോഴ്സ്, അതിന്റെ ആ ഒരു വെയിറ്റ് 30 കിലോന്യൂട്ടൺ. അപ്പോൾ നമുക്ക് പാസ്കൽസ് ലോ അനുസരിച്ച് F1/A1 which is equal to F2/A2, അതായത് ഫോഴ്സ് പെർ ഏരിയ ആണ് അല്ലെ, പ്രഷർ P1 is equal to P2 ആണ്. അപ്പൊ അതിനെ നമ്മൾ എഴുതുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ഞാൻ ഇത് എഴുതി, ഡിവൈഡഡ് ബൈ പൈ ഡി സ്ക്വയർ ബൈ ഡി, അതേപോലെ തന്നെ F2/പൈ ഡി സ്ക്വയർ ബൈ 4 ആണ്. അപ്പൊ F2 ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഡി സ്ക്വയർ ബൈ ഡി സ്ക്വയർ ഇൻറ്റു ഈ ഒരു ടേംസ് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 300 ന്യൂട്ടൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ F2 ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് റിക്വയർഡ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. Which of the following law states that pressure or intensity of pressure at a point in static fluid is equal in all directions? അല്ലെ, ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ഇന്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിന്റെ എല്ലാ ഡയറക്ഷനിലും നമുക്ക് ഈക്വൽ എന്ന് കാണിക്കുന്നത് ഏത് ലോ ആണെന്നാണ് നമുക്കറിയാം. ഓപ്ഷൻ ഡി പാസ്കൽസ് ലോ ആണ് നമുക്ക് ആ ഒരു തിയറം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. A hydraulic lift has two pistons, area of 1 meter square and 0.25 meter square. What is the force exerted by the smaller piston when 40 Newton is placed on the larger piston? അപ്പോൾ നമുക്ക് രണ്ട് പിസ്റ്റൺ ഇത് തന്നിട്ടുണ്ട്, ലിഫ്റ്റിന്റെ രണ്ട് പിസ്റ്റൺസിന്റെ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്മോളർ പിസ്റ്റണിൽ ഞാൻ 40 ന്യൂട്ടൺ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40 ന്യൂട്ടൺ ഞാൻ ലാർജർ പിസ്റ്റണിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഞാൻ എത്രത്തോളം സ്മോളർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. 10 ന്യൂട്ടൺ ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് A1 തന്നിട്ടുണ്ട്, A2 തന്നിട്ടുണ്ട്, F2 തന്നിട്ടുണ്ട്, F1 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നോക്കൂ, ഇതാണ് അവർ പറയുന്നത് സ്മോളസ്റ്റ് പിസ്റ്റൺ ഇതും, ഇത് ഹയസ്റ്റും ആണ്. ഇവിടുത്തെ നമുക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫോഴ്സ് ആണ് നമുക്ക് F2 തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ F1/A1 is equal to F2/A2 ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് F1 is equal to 10 ന്യൂട്ടൺ വരും. 40 into 0.25 വരും. ഓക്കെ, which of the following instrument is used for measuring gauge pressure? Gauge pressure measure ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. മാനോമീറ്റർ ഇസ് യൂസ്ഡ് ടു മെഷർ ദി ഗേജ് പ്രഷർ. തെർമോമീറ്റർ ഇതിനാണ് ടെമ്പറേച്ചർ, ബാരോമീറ്റർ നമുക്ക് പ്രഷർ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ആ ഒരു ലിക്വിഡ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. മാനോമീറ്റർ ആണ് നമുക്ക് ഗേജ് പ്രഷർ മെഷർ ചെയ്യാനുള്ളത്. For a fluid in motion, pressure at point in all same in all directions then the fluid is. Okay, ഒരു ഫ്ലൂയിഡ് ഇൻ മോഷനിലാണെങ്കിൽ പ്രഷർ അറ്റ് എ പോയിന്റ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും നമുക്ക് ആ ഒരു പ്രഷർ, ഒരു പോയിന്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും സെയിം ആണെങ്കിൽ ദെൻ ആ ഫ്ലൂയിഡിനെ നമുക്ക് എന്തെന്ന് പറയാം? ഓപ്ഷൻ സി ഐഡിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ എ ഫ്ലൂയിഡ് ഇൻ മോഷൻ പ്രഷർ അറ്റ് ദ പോയിന്റ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ ദെൻ ദ ഫ്ലൂയിഡ് ഈസ് നോൺ ആസ് ഐഡിയൽ ഫ്ലൂയിഡ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Pascal's law states that pressure at a point is equal in all directions. നമുക്ക് പാസ്കൽസ് ലോ പറയുന്നത് ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും നമുക്ക് ഈക്വൽ ആയിരിക്കും. അത് ഏതൊരു കണ്ടീഷനിലാണ്? ഇറ്റ് ഈസ് ഇൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് റെസ്റ്റിലാണെങ്കിൽ മാത്രമാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A hydraulic press has an ram 15 cm diameter and plunger 1.5 cm. It is required to lift a weight of 1000 kg. The force required to plunger is equal to option A 10 kg ആണ് ആൻസർ. സെയിം ആ ഒരു ഇക്വേഷൻ തന്നെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് അല്ലെ. 15 സെന്റിമീറ്റർ ഡയമീറ്റർ തന്നിട്ടുണ്ട് ഹൈഡ്രോളിക് പ്രസിന്റെ, അതിൽ തന്നെ ആ ഒരു പ്ലഞ്ചറിൽ വരുന്നത് 1.5 ആണ്. ഒരു 1000 kg ആണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ എത്രത്തോളം പ്രഷറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്? നിയർലി 10 kg. നോക്കൂ, നമുക്ക് ആ ഒരു ഇക്വേഷൻ നമുക്കറിയാം. F1/A1 is equal to F2/A2. ആ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുകയാണ്. സോ 10 kg ആണ് എനിക്ക് വരുന്ന ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.